ബാക്ക് ടു സ്റ്റഡി വിത്ത് തസ്നീം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 2 ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 3 ആയിട്ടുള്ള ആമീസ് ബർത്ത്ഡേ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് ആമിയുടെ പെരുന്നാളാണ്. സോ നോക്കാം. ഓഗസ്റ്റ് 10 ടുഡേ ഈസ് ആമീസ് ബർത്ത്ഡേ. ഫ്രണ്ട്സ് ആർ മേക്കിംഗ് അറേഞ്ച്മെൻറ്റ്. എന്താണ് അവിടെ കൂട്ടുകാരികൾ അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുകയാണ്. ആൻഡ് ലെറ്റ് us ഡെക്കറേറ്റ് ദ ക്ലാസ് റൂം. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് റൂം എന്ത് ചെയ്യാം, ഡെക്കറേറ്റ് ചെയ്യാം. ആസ് ഇറ്റ്സ് ആമീസ് ബർത്ത്ഡേ. ഇന്ന് ആമിയുടെ ബർത്ത്ഡേ ആയിരുന്നുകൊണ്ട്. ഹായ് ആമി, മീസി. ദർ ആർ 9 ചിൽഡ്രൻസ് ഇൻ ദ ക്ലാസ് റൂം. നമ്മുടെ ക്ലാസ് റൂമിൽ 9 ചിൽഡ്രൻസ് ഉണ്ട്. നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9. Then together with ആമി, അങ്ങനെ ആമി ക്ലാസ്സിലേക്ക് വന്നതോടുകൂടി now there are 10. TEN 10. 9 and 1 make 10. TEN 10. ആമി വന്നതോടുകൂടി എത്ര എണ്ണമായി നോക്കാം. 1 2 3 4 5 6 7 8 9 10. Ahan joined them. Then how many now? I also help to tie up the balloon. അഹാൻ പറയാണ് ഞാനും ബലൂൺ എന്ത് ചെയ്യാൻ കെട്ടിക്കൊടുക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വരികയാണ്. സോ അഹാൻ ജോയിൻഡ് ദം. അഹാനും കൂടി ചേർന്നപ്പോൾ ELEVEN 11. ഓക്കെ, സോ ഇവിടെ 11 എന്ന് നിങ്ങൾ എഴുതണം. ദ നെക്സ്റ്റ് ബർത്ത്ഡേ കാർഡ്. സം ഓഫ് ദ ചിൽഡ്രൻ കെയിം വിത്ത് ഗ്രീറ്റിംഗ് കാർഡ്സ്. നമ്മുടെ ആമിയുടെ ബർത്ത്ഡേ ആയിരുന്നതുകൊണ്ട് കുറച്ച് കുട്ടികളുടെ അവിടെ കൂട്ടുകാരികൾ എന്ത് ചെയ്തിട്ടുണ്ട്, യെസ് ഗ്രീറ്റിംഗ് കാർഡ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഹൗ മെനി ആർ ഇൻ ദ ലൈൻ? എത്ര ആളുകളുണ്ട് നമ്മുടെ ലൈനിൽ? നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. സോ നിങ്ങൾ 11 എന്ന് എഴുതണം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് മിസി ഫ്രം ദി ഫ്രണ്ട്? മുന്നിൽ നിന്ന് നമ്മുടെ മിസിയുടെ പൊസിഷൻ ഏതാണ് നമുക്ക് നോക്കാം. 1 2 3 4. സോ 4th പൊസിഷനാണ് നമ്മുടെ മിസിയുടെ പൊസിഷൻ. ആൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനം. ഫൈൻഡ് അഹാൻ സ്റ്റാൻഡിങ് 4th ഫ്രം ദി ബാക്ക് ആൻഡ് ഡ്രോ എ സർക്കിൾ. നിങ്ങൾ അഹാനിനെ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എങ്ങനെ? സ്റ്റാൻഡിങ് 4th ഫ്രം ദി ബാക്ക്, ബാക്കിൽ നിന്നും 4th ആണ് ഡ്രോ ദ സർക്കിൾ. അഹാൻ്റെ നിങ്ങൾ സർക്കിൾ ചെയ്യണം. ദ നെക്സ്റ്റ് നേഹ ഇസ് ദ 6th ഫ്രം ദി ഫ്രണ്ട് ആൻഡ് ഓൾസോ ഫ്രം ദി ബാക്ക്. നേഹ എന്താണ്? 6th ആണ് ഫ്രം ദി ഫ്രണ്ട് ആൻഡ് ഓൾസോ ഫ്രം ദി ബാക്ക്. ആൻഡ് ഡ്രോ എ ബലൂൺ ഇൻ നേഹാസ് ഹാൻഡ്. നിങ്ങൾ എന്ത് ചെയ്യണം, നേഹയുടെ കയ്യിൽ എന്ത് ചെയ്യണം, ബലൂണ് വരക്കണം. ഓക്കെ. ആൻഡ് ഐ ആം ഇൻ ദ മിഡിൽ. ഞാൻ നടുവിലാണ്. ലെറ്റ് us മേക്ക് എ ഗ്രീറ്റിംഗ് കാർഡ്. നിങ്ങളോട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ലെറ്റ് us ഡെക്കറേറ്റ്. ആമി ആൻഡ് ഫ്രണ്ട്സ് ആർ ഡെക്കറേറ്റിംഗ് ദ ക്ലാസ് റൂം. ആമിയും ഫ്രണ്ട്സും കൂടിയും എന്ത് ചെയ്യണം, ക്ലാസ് റൂം ഡെക്കറേറ്റ് ആണ്. മിസി വി ക്യാൻ കട്ട് ലൈക്ക് ദിസ് ടു മേക്ക് ഫെസ്റ്റൂൺസ്. നമുക്ക് ഫെസ്റ്റൂൺസ് എന്ത് ചെയ്യാം, ഇതുപോലെ വെട്ടാം. ഹൗ? ലെറ്റ് മീ സി. എങ്ങനെ ഞാൻ നോക്കട്ടെ. ആൻഡ് ഹൗ മെനി ആർ ഓൺ ദ ടേബിൾ? എത്ര നമ്മുടെ ടേബിളുണ്ട് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10. ആൻഡ് ആഫ്റ്റർ കട്ടിങ് ഔട്ട് 2 more, രണ്ടെണ്ണം കൂടി നമ്മുടെ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് മേക്ക് ഇറ്റ് 12. സോ നിങ്ങളവിടെ എന്ത് ചെയ്യണം, 12 എന്ന് എഴുതണം. സോ TWELVE 12. 12. ദ നെക്സ്റ്റ് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്. 3 more to paste. നമുക്ക് 3 കൂടി ഒട്ടിക്കാറുണ്ട്. നമ്പേഴ്സ് ഷുഡ് ബി പേസ്റ്റഡ് ഇൻ ഓർഡർ. നമ്പേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഓർഡറിൽ പേസ്റ്റ് ചെയ്യണം. ദെൻ ക്യാൻ യു ഡ്രോ ദ നെക്സ്റ്റ് 3 numbers? നെക്സ്റ്റ് 3 numbers നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ കഴിയുമോ? നമുക്കിവിടെ HAPPY BIRTHDAY ആണ്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കാണുന്ന എച്ചിന് ഏത് നമ്പറാണ്, എക്ക് ഏത് നമ്പറാണെന്ന് നോക്കിയിട്ട് എഴുതണം. ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ കാണുന്ന ബാക്കി 3 നമ്പേഴ്സും കൂടി ആഡ് ചെയ്തിട്ടുള്ള ആൽഫബറ്റും കൂടി നിങ്ങൾ ആഡ് ചെയ്യണം. സോ ഞാനത് എഴുതി ചെയ്ത് കാണിക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ
ടോട്ടൽ നമ്പർ ഓഫ് കാർഡ് പേസ്റ്റഡ്. സോ ഇവിടെ പറയുന്നത് നമ്മൾ അവിടെ ഡ്രോ ചെയ്തതല്ല, ഡ്രോ ചെയ്യാതെ പറയണം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് കാർഡ് പേസ്റ്റഡ് എത്രയാണ്? യെസ്, 1 2 3 4 5 6 7 8 9 10 അല്ലേ? സോ നിങ്ങൾ 10 എന്ന് എഴുതണം. നമുക്ക് ഏതൊക്കെ പേസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് ഏതാണ്? യെസ്, അത് നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ എത്ര എണ്ണാവും? റിമൈനിങ് കാർഡ് ടു പേസ്റ്റ് 3. Then 10 and 3 make 13. THIRTEEN 13. 13. Write the number from 1 to 13 in order. ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13. Then let us light candle. നമുക്ക് എന്ത് ചെയ്യാം? മെഴുക് കത്തിക്കാം. നമ്പർ ഓഫ് കാൻഡിൽസ് ഇൻ ദ പാക്കറ്റ്. എത്ര കാൻഡിൽസ് ഉണ്ട് പാക്കറ്റിൽ നമുക്ക് നോക്കാം. യെസ്, 1 2 3 4 5 6 7 8 9 10. യെസ്, നമ്പർ ഓഫ് കാൻഡിൽസ് ഇൻ ദ പാക്കറ്റ് ഈസ് 10 എന്ന് നിങ്ങളിവിടെ എഴുതണം. ആൻഡ് ഹൗ മെനി ഓഫ് ദം ഇൻ ഔട്ട്സൈഡ്? എത്ര എണ്ണം പുറത്തുണ്ട്? 1 2 3 4. 4 എന്ന് എഴുതണം. ആൻഡ് 10 and 4 make 14. 14. FOURTEEN 14. 14 എന്ന് നിങ്ങൾ എഴുതണം. ബർത്ത്ഡേ കേക്ക്. പീസസ് ഓഫ് കേക്ക്. പീസസ് ഓഫ് കേക്ക് ഉണ്ട്. എത്ര പീസസ് ഓഫ് കേക്ക് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഹൗ മെനി മോർ പീസസ് മസ്റ്റ് ബി കട്ട് ടു ഗിവ് എവ്രി വൺ എ പീസ്? 10 and 5 make 15. സോ നിങ്ങളോട് ചോദിച്ചാൽ എത്ര പീസ് ഉണ്ട് ഓഫ് കേക്ക് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. സോ നിങ്ങളിവിടെ 10 എന്ത് എഴുതണം? ആൻഡ് ഹൗ മെനി മോർ പീസസ് മസ്റ്റ് ബി കട്ട് ടു ഗിവ് എവ്രി വൺ എ പീസ്? എല്ലാവർക്കും ഓരോ പീസ് വീതം കൊടുക്കാൻ എത്ര പീസ് വേണം? ഇവിടെ ടോട്ടൽ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14. നമ്മൾ ടീച്ചറും കൂടി കൂട്ടുമ്പോൾ 15 ആണ്. സോ ഒരു 5 എണ്ണം പോരായുണ്ട്. സോ നിങ്ങൾ 5 എന്ന് എഴുതണം. ആൻഡ് 10 and 5 make 15. 10ഉം 5ഉം കൂടിയാൽ 15. FIFTEEN 15. Then dance. They wore flower-shaped masks and got ready for a dance. അവരത് ഫ്ലവർ ഷേപ്ഡ് ആയിട്ടുള്ള മാസ്ക് ധരിച്ചിട്ട് അവർ ഡാൻസ് കളിക്കാൻ പോവാണ്. ആൻഡ് ഹൗ മെനി ഫ്ലവേഴ്സ്? എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. സോ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 10 ഫ്ലവേഴ്സ് ഉണ്ട്. പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി ഫ്ലവേഴ്സ്? 10. ആർ ദേ ഇനഫ് ടു മാസ്ക് ഫോർ ഓൾ? ഹൗ മെനി മോർ നീഡഡ്? എത്ര കുട്ടികളുണ്ട് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. 16 കുട്ടികളുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? 6 എണ്ണം കൂടി വേണം. 10ഉം 6ഉം കൂടിയാൽ 16. 16. SIXTEEN 16 എന്ന്. അപ്പം നിങ്ങൾ ആദ്യത്തെ കോളത്തിൽ 10 എന്നും രണ്ടാമത്തെ കോളത്തിൽ 6 എന്നും മൂന്നാമത്തെ കോളത്തിൽ 16 എന്നും എഴുതണം. ദെൻ നെക്സ്റ്റ്, ഗിഫ്റ്റ് ടു ഫ്രണ്ട്സ്. ഐ വിൽ ഗിവ് യു ഓൾ പേപ്പർ ഫ്ലവേഴ്സ് ഐ ഹാവ് മെയ്ഡ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പേപ്പർ ഫ്ലവേഴ്സ്, അതായത് എന്താണ്, പൂവ്, അതായത് പേപ്പറിൽ ചെയ്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് തരാം. ദെൻ നമ്മൾ എത്ര എണ്ണം നമ്മുടെ ആമി ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. സോ 17 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. 10 and 7 make 17. 10ഉം 7ഉം കൂടിയാൽ 17. SEVENTEEN 17. 17. നെക്സ്റ്റ്, 10 and 8 make 18. 10ഉം 8ഉം കൂടിയാൽ 18 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ 18 ഡക്ലിങ്സ് ഉണ്ടോ നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. 10ഉം 8ഉം കൂടിയാൽ 18. 18.
EIGHTEEN 18. ദെൻ എത്ര പേപ്പർ വെച്ചിട്ട് വേറൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, ഡക്ലിംഗ് ഉണ്ടാക്കി. ഇനി വേറൊന്നും കൂടി നമ്മളോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം എത്ര ഉണ്ട് എന്നുള്ളത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 19 ഉണ്ട് അല്ലേ. 10ഉം 9ഉം കൂടിയാൽ 19. 19. NINETEEN 19. 10 and 9 make 19. Then എത്ര ഐസ്ക്രീം ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആമീസ് മദർ ബ്രോട്ട് ദ ഐസ്ക്രീം. ആമിയുടെ അമ്മ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്. ഹൗ മെനി കപ്പ് ഇൻ ദ ഫസ്റ്റ് ബോക്സ് ആൻഡ് ഹൗ മെനി ഇൻ ദ സെക്കൻഡ് ബോക്സ് ആൻഡ് ഹൗ മെനി കപ്സ് ഇൻ ടോട്ടൽ. ആദ്യത്തെ ബോക്സിൽ എത്ര കപ്സ് ഉണ്ടെന്നും രണ്ടാമത്തെ ബോക്സിൽ എത്ര കപ്സ് ഉണ്ടെന്നും സെപ്പറേറ്റ് എണ്ണണം. സോ നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് ബോക്സ് 1 2 3 4 5 6 7 8 9 10. So how many cups in the first box? 10. How many in the second box? 10. And how many cups in total? 10 and 10 make 20. 20. 10ഉം 10ഉം കൂടിയാൽ 20. TWENTY 20. The next. Who is hiding? ആരാണ് ഒളിഞ്ഞിരിക്കുന്നത്? ജോയിൻ ദ ഡോട്ട് ഫ്രം 1 to 20. നിങ്ങൾ 1 to 20 നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഡോട്ട്സ് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. ഇറ്റ്സ് ആമീസ് പ്രസൻറ്റ് ഫൈൻഡ് ഔട്ട് ആൻഡ് കളർ. അതെന്താണെന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതിൻ്റെ കളർ ചെയ്യണം. സോ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലാണ് വരക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല വൃത്തിക്ക് പെൻസിൽ ഉപയോഗിച്ച് ഷാർപ്പൺ ചെയ്ത് വരക്കണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കാം. ലെറ്റ് us പ്ലേ. നമുക്കൊന്ന് കളിക്കാം. ഈച്ച് റോ ആൻഡ് കോളം ഷുഡ് ഹാവ് ദ നമ്പേഴ്സ് ഫ്രം 1 to 4. ഓരോ കോളത്തിലും 1 മുതൽ 4 വരെ കൊള്ളണം. സോ നമുക്ക് എന്ത് ചെയ്യാം? വെർട്ടിക്കലായിട്ട് കുത്തനെ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ റോയില് നമുക്ക് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ കോളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 3 2 എന്നേ ഉള്ളൂ. സോ അവിടെ മിസ്സിങ് ആയിട്ടുള്ളത് എന്താണ്? 4 അല്ലേ. ഇനി അടുത്ത ബോക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ മിസ്സിങ് ആയിട്ടുള്ളത് 1ഉം 2 ആണ്. സോ നിങ്ങൾ 1 എഴുതണം. 1 എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എവിടെ എഴുതണം? 1 അടിയിലും 2 മുകളിലും വരണം. കാരണം നമ്മൾ വെർട്ടിക്കലി നോക്കുമ്പോഴും റോ വൈസ് നോക്കുമ്പോഴും 1 to 4 വരാൻ പാടുള്ളൂ. ഡബിളായിട്ട് നമ്പർ വരാൻ പാടില്ല. നെക്സ്റ്റ് ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ഹൊറിസോണ്ടലായി നോക്കേണ്ടി വരും. 3 4 2 ഉണ്ട്. അവിടെ 1 ഇല്ല. സോ 1 ആഡ് ചെയ്യണം. ഇവിടെ 3 ഉണ്ട്, 2 ഉണ്ട്. സോ ഇവിടെ നമ്മൾ ആഡ് ചെയ്തതിനനുസരിച്ചാണ് നമ്മൾ, നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുകയാണ്. ഒരു റോയിലും ഒരു കോളിലും ഡബിൾ നമ്പർ വരാൻ പറ്റില്ല. ഏത് രീതിയിൽ നോക്കുമ്പോഴും എന്തായിരിക്കണം? യെസ്, ഒരു റോ വൈസ് നോക്കുമ്പോഴും കോളം വൈസ് നോക്കുമ്പോഴും 1 to 4 അടുങ്ങും വേണം. സോ ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് 2 3 വരിൻ്റെ ഞാൻ പറഞ്ഞു. സോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ നെക്സ്റ്റ്, ജോയിൻ ടുഗെദർ സിങ് ടുഗെദർ. എന്താണ്? ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് പാടാം. എന്നാ നോക്കാം. 10 little birds on a bough, one more join them, how many now? 10 ബേർഡ്സ് ഉണ്ടായിരുന്നു, ഒന്നും കൂടി ജോയിൻ ചെയ്തു, ഒന്നും കൂടി വന്നു. അപ്പോൾ എത്ര എണ്ണമായി? യെസ്, 11. 11 അല്ലേ. ELEVEN 11. 11. 11 little birds on a bough, one more join them, how many now? 11 ബേർഡ്സ് ഉണ്ടായിരുന്നു, അതിലേക്ക് ഒന്നും കൂടി വന്നു. ഇപ്പോൾ എത്രയാണ്? 12 അല്ലേ. സോ TWELVE 12. 12. ദ നെക്സ്റ്റ്, 10 and 1 make 11. 10ഉം 1ഉം കൂടിയാൽ 11. 11 and 1 make 12. 11ഉം 1ഉം കൂടിയാൽ 12. 12 and 1 make 13. 12ഉം 1ഉം കൂടിയാൽ 13. 13 and 1 make എത്രയാണ്? യെസ്, 14 അല്ലേ. 14. സോ നിങ്ങൾ 14 എന്ന് എഴുതുക. ദെൻ ഏതോ ഒന്നും കൂടിയപ്പോൾ 15 ആയിട്ടുണ്ട്. യെസ്, 14ഉം 1ഉം 15. ദെൻ നെക്സ്റ്റ്, ഇതുപോലെ ഞാൻ സ്പീഡിൽ പറയാണ്. 15ഉം 1ഉം 16. 16ഉം 1ഉം 17. 17ഉം 1ഉം 18. 18ഉം 1ഉം 19.
19 1 20. അതായത് ഓരോ നമ്പറിലേക്കും 1 ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതി ചേർക്കണം. സോ ഞാൻ ഇവിടെ എഴുതി ചേർത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സോ അതുപോലെ നിങ്ങൾ ഞാനിത് ഇത്തിരി സ്പീഡിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സ്ലോ ചെയ്ത് ആലോചിച്ച് 10ലേക്ക് 1 കൂടിയാൽ എത്ര എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് എഴുതണം. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, 10 സെക്കൻഡ് ബാക്ക് അടിച്ചിട്ടൊന്ന് കാണാം. നെക്സ്റ്റ് നോക്കാം. ലെറ്റസ് കളർ. നമ്മളോട് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ നമ്പർ ആൻഡ് കളർ ദാറ്റ് മിനി സ്ക്വയർ. അതായത് ഇവിടെ ഒരു സൈഡിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, മറു സൈഡിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ബോക്സസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള നമ്പർ അനുസരിച്ച് ബോക്സ് കളർ ചെയ്യണം. സോ ആദ്യം 15 ആണ്. സോ ഞാൻ എന്ത് ചെയ്യാം, എത്ര നമ്പർ എഴുതി കാണിച്ചു തരാം, ആ ബോക്സെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കളർ ചെയ്യണം. സോ നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ള അത്രയും സ്ക്വയറിൽ നിങ്ങൾ എന്താണ് കളർ ചെയ്യണം. എനിക്കിവിടെ കളർ ചെയ്യാൻ കഴിയില്ല. സോ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാണ്. ഞാൻ നമ്പർ ഇടുന്ന ബോക്സിലെല്ലാം നിങ്ങൾ എന്താണ് കളർ ചെയ്യണം. നെക്സ്റ്റ് നമ്പർ 17. സോ നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. സോ ഇത്രയും ബോക്സ് നിങ്ങൾ കളർ ചെയ്യണം. നെക്സ്റ്റ് നമ്പർ 16. ആദ്യം 15, രണ്ടാമത് 17, ഇനി 16. 16 ബോക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കളർ ചെയ്യണം. ഞാൻ ഇവിടെ നമ്പർ ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾ അത്രയും ബോക്സ് കളർ ചെയ്യണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. നെക്സ്റ്റ് നമ്പർ 18. 18. EIGHTEEN. 18 നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. നെക്സ്റ്റ് ബോക്സ് നോക്കാം. 20 ആണല്ലേ. 20. TWENTY. 20 നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നെക്സ്റ്റ് നമ്പർ 19. അതായത് 19. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19. സോ നിങ്ങൾ എന്ത് ചെയ്യണം, അത്രയും ബോക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കളർ ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് നമ്മോട് പറയുന്നത് ഹൂ ഡിഡ് ദ ബെസ്റ്റ് ജോബ്. സോ നിങ്ങളുടെ ക്ലാസ്സിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുള്ളത്? റൈറ്റ് ദ നമ്പർ ഇൻ ഓർഡർ ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ഇവിടെ കാണിച്ചിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 16 17 18 19 15 മുതൽ എഴുതണം അല്ലേ. സോ 15 എന്താണ്, 16 17 18 19 20 എന്ന് നിങ്ങൾ ഇവിടെ എഴുതണം. 15 16 17 18 19 20 എന്ന് നിങ്ങൾ എഴുതുക. സ്മോളിൽ നിന്നും ലാർജിലേക്ക്. ഇവിടെ ഓൾറെഡി 17 കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്ത് എഴുതിയാൽ മതി. നെക്സ്റ്റ്, ഹിയർ ആർ 2 cards ഫോർ യു ടു കളർ. ട്രൈ ഹൂ ഫിനിഷ്ഡ് ഫസ്റ്റ്. നിങ്ങൾക്ക് ഇവിടെ 2 കാർഡ്സ് നൽകിയിട്ടുണ്ട്. നിങ്ങളോട് ആരാണ് ഏറ്റവും കൂടുതൽ ആദ്യം ഫിനിഷ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. സോ എന്ത് ചെയ്തിട്ടാണ്? ഹിയർ ആർ 2 cards ഫോർ യു ടു കളർ. ട്രൈ ആൻഡ് ഹൂ ഫിനിഷ് ഫസ്റ്റ്. നിങ്ങൾക്ക് ഇവിടെ 2 കാർഡ്സ് തരുന്നുണ്ട്. അത് ആരാണ് ആദ്യം കളർ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ കളർ ചെയ്യേണ്ടത്? ഗിവ് ദ സെയിം കളർ ടു ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ഈച്ച് റോ. ഓരോ റോയിലുള്ള ലാർജസ്റ്റ് നമ്പർ നിങ്ങൾ നോക്കി കളർ ചെയ്യണം. ആൻഡ് ആ നമ്പർ ചെയ്തിട്ടുള്ള കളർ ചെയ്തിട്ടുള്ള നമ്പർ നിങ്ങളിവിടെ ഓർഡറിൽ ഇവിടെ എഴുതണം. ആൻഡ് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കളേർഡ് നമ്പേഴ്സ്. കളേർഡ് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തെന്ന് പറയണം, അതായത് ബന്ധം എന്തെന്ന് പറയണം. സോ ആദ്യത്തെ റോയിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ റോയിൽ എങ്ങനെയാണ്? യെസ്, 11 6 7 10 8 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? ഏറ്റവും വലിയ നമ്പർ, അതായത് എണ്ണൽ സംഖ്യയിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? യെസ്, 11. അത് നിങ്ങൾ കളർ ചെയ്യണം. ഞാൻ അവിടെ ടിക്ക് ഇട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങളതിന് പകരം എന്ത് ചെയ്താൽ മതി? കളർ ചെയ്താൽ മതി. നെക്സ്റ്റ് 9 12 8 11 10. ഇതിലേതാണ്? യെസ്, 12. അതിന് ടിക്ക് ഇട്ടു. 12 10 13 9 11. ഇതിലേറ്റവും വലിയത്
13 അത് ഞാൻ ടിക്ക് ഇട്ടു. അതുപോലെ ഞാൻ അതേ സൈഡിലേക്ക് നമ്മൾ എഴുതിയെടുക്കും വേണം. ദെൻ നെക്സ്റ്റ് 11, 12, 9, 14, 10 എങ്ങനെയാണ്? യെസ് 14. ദെൻ 11, 14, 10, 12, 15 അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? യെസ് 15. സോ ഈ നമ്പറെല്ലാം നമ്മൾ അവിടെ എഴുതി. അവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? യെസ് ഒരു നമ്പർ കൂടും തോറും അടുത്ത നമ്പറാണ്. അതായത് കോൺസിക്യൂട്ടീവ്സ് നമ്പർ എന്ന് നമ്മൾ വലിയ ക്ലാസ്സിൽ പറയും. ദെൻ നെക്സ്റ്റ് ഗിവ് ദ സെയിം കളർ ടു ദ സ്മോളസ്റ്റ് നമ്പർ ഇൻ ഈച്ച് റോ. നിങ്ങൾ എന്ത് ചെയ്യണം? സ്മോളസ്റ്റ് നമ്പറിന് നിങ്ങൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം അല്ലേ? ഗിവ് സെയിം കളർ ആയിരിക്കണം ടു ദ സ്മോളസ്റ്റ് നമ്പർ ഇൻ ഈച്ച് റോ. ഓരോ റോയിലുള്ള സ്മോളസ്റ്റ് നമ്പർ നിങ്ങൾ എഴുതണം. റൈറ്റ് ദ കളേർഡ് നമ്പേഴ്സ് ഇൻ ഓർഡർ. നിങ്ങൾ ഓർഡറിൽ എന്ത് ചെയ്യണം? എഴുതണം. സോ ആദ്യത്തെ റോ നമുക്ക് നോക്കാം. 15, 12, 14, 11, 10. ഇവിടെ ഏതാണ് ഏറ്റവും ചെറുത്? 10, 10 അല്ലേ? സോ അത് നിങ്ങൾ കളർ ചെയ്യണം. ഞാൻ ഇവിടെ ടിക്ക് ഇട്ടാണ് കാണിക്കുന്നത്. 14, 10, 12, 9, 13 ഇതാണ് നെക്സ്റ്റ് റോ. അതിലേറ്റവും ചെറിയ നമ്പർ ഏതാണ്? യെസ് 9 അല്ലേ? സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. ഞാൻ ഇവിടെ ടിക്ക് ഇടുകയാണ്. 13, 14, 8, 10, 11 അതിലേറ്റവും ചെറുത് 8. ദെൻ നെക്സ്റ്റ് 14, 7, 12, 13, 15 അതിലേറ്റവും ചെറുത് 7. ദെൻ നെക്സ്റ്റ് 6, 11, 9, 8, 10 അതിലേറ്റവും ചെറിയ നമ്പർ 6. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? കോൺസിക്യൂട്ടീവ് നമ്പറാണ്. ഓരോ നമ്പർ ആഡ് ചെയ്യും തോറും നമുക്ക് അടുത്ത നമ്പറാണ് കിട്ടുക. അതായത് ഓരോ നമ്പറിലേക്ക് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത നമ്പർ കിട്ടും. സോ ഇത്രയേ ഉള്ളൂ. സോ ഐ ഹോപ്പ് ഓൾ യു അണ്ടർസ്റ്റാൻഡ് ദിസ്. നിങ്ങൾക്കിത് ഭയങ്കര യൂസ്ഫുള്ളായി, അതായത് നിങ്ങൾക്ക് ഈ ക്ലാസ് നല്ലോണം നല്ല രീതിയിൽ മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓണാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ആഡ് ചെയ്തോ ചെയ്തു തരുകയോ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ പറയാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. So bye until now. Thank you for watching.